യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന്റെ വിലയാണ് ഈ ശരീരം. എന്തേ പൈതലെ തിരിച്ചറിയാം? എന്തേ ഓർത്തഡോക്സുകാരാ തിരിച്ചറിയാത്ത? എന്റെ സഭയാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്തേ ദൈവ പൈതലെ തിരിച്ചറിയാത്തത്? കല്യാണം വരുമ്പോഴും മാമോദീസ വരുമ്പോഴും നീ വല്ലവനെയൊക്കെ വിളിച്ചു വരുത്തി കുപ്പിക്കണക്കിന് മേടിച്ചു കൊടുത്ത് ഇതൊക്കെ ഒരു സന്തോഷമല്ലയോ സാറേ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം വളരെ വ്യക്തം. എന്താ? കണക്ക് ചോദിക്കും. ഞാൻ പറയാൻ പെട്ടെന്ന് കണക്ക് ചോദിക്കും തമ്പുരാൻ. വെറുതെ ഒന്നും ഒരു നടക്ക് പോവില്ല, ഒരു നടക്ക് അങ്ങ് ചെല്ലത്തില്ലെന്നർത്ഥം. അവിടെ ചെല്ലുമ്പോഴേ കണക്ക് ചോദിക്കും. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ റെഡി. കാണിച്ചോ? ബോന്തിക്കോ? കുടിച്ചോന്നേ? ആരും അറിയാതെ ചെയ്തോ? എന്താ വെച്ചാ? പക്ഷെ ചോദ്യമുണ്ട്. പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരണം പ്രാപിക്കണം. അതിന് മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിക്കണം. മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിച്ചാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. എന്താ തിരിച്ചറിയാത്തത്? നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. നീ വിശുദ്ധി പ്രാപിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നർത്ഥം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ച് വേദപുസ്തകമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ച് ആരെ കുറിച്ചാണ്? നമുക്കെല്ലാം അറിയാം ഏത് കുടുംബമാ. സക്കറിയ എലിസബത്ത് കുടുംബം. ആ കുടുംബത്തെ കുറിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരിരുവരും, ആ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിമാന്മാരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഈ രണ്ട് ദമ്പതികളും അവർക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നേ, അവർക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നേ. എന്നിട്ടും ഈ രണ്ട് ദമ്പതികളും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധിയോടുകൂടി ജീവിച്ചവരായിരുന്നു. എന്ത് പറ്റി? അതിന്റെ ഫലം എന്താ? അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ അവർക്ക് കൊടുത്തു ദൈവം. ഒരു വിശുദ്ധ പ്രജയെ, അങ്ങനെ പറയാം, ഒരു വിശുദ്ധ പ്രജയെ ദൈവം അവർക്ക് കൊടുക്കുക. ആരാണ് ആ പ്രജ? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ ദൈവം അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് വരുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ പ്രജയെ, ഒരു വിശുദ്ധ പൈതലിനെ ആ വിശുദ്ധിയോടുകൂടി ജീവിച്ച ആ കുടുംബത്തിന് ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ, വിശുദ്ധിയുള്ള മാതാപിതാക്കൾക്ക് ആരുണ്ടാകും? വിശുദ്ധിയുള്ള മക്കളുണ്ടാകും. അതുകൊണ്ടാ യോഹന്നാനെ കുറിച്ച് യേശുക്രിസ്തു പോലും പറഞ്ഞു, എന്ത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല എന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തി കൊടുത്തു. എന്തേ കാരണം? അവർ ദൈവസന്നിധിയിൽ നീതിയോടുകൂടും കർത്താവിന്റെ സകല കൽപ്പനകളിലും അതുപോലെ വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു വിശുദ്ധ പ്രജയെ, ഒരു വിശുദ്ധ തലമുറ ആര് കൊടുത്തു? അങ്ങനെയെങ്കിൽ ദൈവ പൈതലെ, ഇന്ന് മാതാപിതാക്കൾക്കൊക്കെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മക്കൾ രക്ഷപ്പെടണം, മക്കൾ നന്നാവണം. ഇയാളുടെ കാര്യമോ? അത് ഞാനിങ്ങനെയൊക്കെ, എൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഞാനിങ്ങനെയൊക്കെ അങ്ങ് പോയേക്കാം. മക്കളോ, മാമ, അവർ രക്ഷപ്പെടണം, അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ നന്നായിട്ട് ജീവിക്കണം കേട്ടോ. പല മാതാപിതാക്കളുടെയും പ്രശ്നം ഇതാ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് നിന്റെ മക്കളിലേക്ക് പകരപ്പെടുന്നില്ല. കാരണം നീ അശുദ്ധിയില്ല. ഹല്ലേലൂയ. കാരണം നീ അശുദ്ധിയില്ല. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും വിശുദ്ധിയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ തലമുറയെ വിശുദ്ധീകരിക്കത്തുള്ളൂ, ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മുറിഞ്ഞു പോകും. സൂക്ഷിക്കണം, സൂക്ഷിക്കണം. ഞാനും നിങ്ങളും സൂക്ഷിക്കണം. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കണം. അതാ പ്രിയമുള്ളവരെ, എന്താ പറയുന്നത്? ഇയ്യോബിന്റെ പുസ്തകം 35-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുക, നിന്റെ ദുഷ്ടത നിന്നെ പോലെ ഉള്ള മറ്റൊരു പുരുഷനെയും നിന്റെ നീതി മറ്റൊരു മനുഷ്യനെയും
സംബന്ധിക്കുന്നു എന്നാ. സമ്പൂർണ്ണ ബൈബിളിലൊക്കെ ഇങ്ങനെയാ. നിന്റെ ദുഷ്ടത, നിന്റെ പാപം, നിന്റെ മ്ലേച്ഛത നിന്നെ പോലെ തന്നെ മറ്റൊരുത്തനെ സ്പർശിക്കും. അതുപോലെ തന്നെ തിരിച്ച് നിന്റെ നീതി, നിന്റെ നല്ല ഗുണങ്ങൾ, നിന്റെ നീതിയുള്ള ജീവിതം, നിന്റെ വിശുദ്ധ ജീവിതം അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ സ്പർശിച്ചിരിക്കും. എത്ര കൃത്യമാണ് ഈ വചനം. നീ പ്രവർത്തിക്കുന്ന പാപം, നിന്റെ ദുഷ്ടത നിന്നെ പോലെ തന്നെ മറ്റൊരു പുരുഷനെ, മറ്റൊരു വ്യക്തിയെ സ്പർശിക്കുമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി, പാപത്തിന്റെ ദുഷ്ടതകളൊക്കെയും പ്രിയമുള്ളവരെ മറ്റു തലമുറകളിലേക്ക് അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് നിർത്താം പ്രിയമുള്ളവരെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്, എത്രമാത്രം കൃത്യമാ ദൈവത്തിന്റെ വചനമെന്ന്. ദാവീദിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കുന്ന നമ്മൾ. ദാവീദ് ദൈവത്തിന്റെ മാനസ പുത്രനായിരുന്നേ. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്ന ആര്? ദാവീദ്. പക്ഷെ ഒരു ദുർബല നിമിഷമൊന്നുമല്ല, കണക്ക് കൂട്ടി തന്നെ ആയിരുന്നു. ഒരു നിമിഷത്തിൽ ദാവീദ് പാപം ചെയ്യുകയാണ്. ഊറിയാവിന്റെ ഭാര്യയെ അവരുടെ വ്യഭിചാരം ചെയ്യുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പശ്ചാത്തപിക്കുന്നില്ല. ശ്രദ്ധിച്ച്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കാര്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ പശ്ചാത്തപിക്കുന്നില്ല, ഏറ്റുപറയുന്നില്ല. ദൈവം കരുണാമയനായതുകൊണ്ട് ഒരു പ്രവാചകനെ വിട്ടു. നാഥാൻ ചെന്നിട്ട് പറഞ്ഞു, നീ ചെയ്ത പ്രവൃത്തി തെറ്റാ, ഇതിന് ശിക്ഷാവിധി ഉറപ്പാ. ഇത് പറഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് ചുരുക്കി അങ്ങ് പറയുക. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതൊക്കെ ശരിയാ, പക്ഷേ ഇപ്രകാരം ഒരു അരുളപ്പാട് കൊടുത്തു. എന്ത്? നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് ഒഴിഞ്ഞു പോവില്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഒഴിഞ്ഞു പോകില്ല. നാഥാൻ പ്രവാചകനോട് ദൈവം അരുളി ചെയ്തു ദാവീദിനോട്. എന്താ പറ്റിയത്? നിങ്ങൾ ശമൂവേൽ പ്രവാചകൻ രണ്ടാം പുസ്തകം 12, 13, 12 അധ്യായത്തിലാണ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് അരുളപ്പാട് കൊടുക്കുന്നത്. 13 അധ്യായത്തിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദാവീദിന് സുന്ദരിയായ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു. അവരുടെ പേര് താമാർ. അതിസുന്ദരിയായിരുന്നവൾ. ദാവീദിന്റെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ആങ്ങള. അവന്റെ പേരാണ് അമ്നോൻ താമാറിൽ ആകൃഷ്ടയായി സ്വന്തം ആങ്ങള സ്വന്തം പെങ്ങളെ ആയിട്ട് വ്യഭിചാരം ചെയ്യുക. നോക്കി വെച്ചവൻ. അവനൊരു നല്ല കൂട്ടുകാരനുണ്ടായിരുന്നു, ഫസ്റ്റ് കൂട്ടുകാരനോട് ഉപദേശം ചോദിച്ചു. നല്ല കൂട്ടുകെട്ട് വേണം കേട്ടോ. ദൈവമക്കളായിട്ട് കൂട്ടുകെട്ടണം. സകല തോന്നിവാസന്റെ അടുത്തേം പോയിരിക്കരുത്. ഹല്ലേലൂയ. ഇടയ്ക്ക് പറഞ്ഞതന്നേ ഉള്ളൂ. ദൈവമക്കളോട് കൂട്ടുകൂടണം. വചനം അനുസരിക്കുന്നതായിട്ട് കൂട്ടുകൂടണം. നീ കള്ളുഷാപ്പിൽ പോകുന്നവരല്ല കൂട്ടുകൂടണ്ട. അവനെ മാനസാന്തരപ്പെടുത്തിക്കും. അവനുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമൊന്നുമില്ല. പൊക്കോട്ടെ. ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരനോട് ചോദിച്ചു, എന്തോ ചെയ്യണോ? കൂട്ടുകാരനൊരു ഉപായം പറയാം. അവൻ ഭയങ്കര ഉപായിയായിരുന്നു. ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. വേണ്ട, നീ രോഗം നടിച്ചാൽ കിടന്നേക്കണം. ശരിയാ, പാപം മൂക്കുമ്പോ രോഗം വരും. വേദവസ്തു അങ്ങനെ പറയുന്നത്. പാപം മുഴുത്താലേ രോഗം വരും. എവൻ രോഗം നടിച്ച് കിടക്കാൻ പറഞ്ഞു. എവൻ രോഗം നടിച്ച് കിടക്കുമ്പോ അപ്പം വരും. അപ്പം ചോദിക്കും, നിനക്ക് എന്താ വട വേണ്ടിയേ? അപ്പൊ നീ പറയണം, താമാർ എന്റെ അടുത്ത് വന്ന് എനിക്ക് വട ഉണ്ടാക്കി തരണം. വട ഇഷ്ടമല്ലയോ? എനിക്കിഷ്ടമാ. പോട്ടെ, വട ഉണ്ടാക്കി തരണം. ആയിക്കോട്ടെ. അങ്ങനെ കിടന്നു. ദാവീദ് വന്നു. ദാവീദ് ചോദിച്ചു, എന്ത് പറ്റി മോനെ? എനിക്ക് അസുഖമാ. എടാ എന്താണ്? മരുന്ന് കഴിക്കടാ. വേണ്ട, എന്റെ പെങ്ങളുണ്ടല്ലോ താമാർ, അവളെ എന്റെ അടുക്കൽ വിടുക. അവളെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ. അവള് വന്നപ്പോൾ അവളുമായിട്ട് അവൻ പാപം. അവളാവുന്ന പറഞ്ഞു, ചെയ്യരുത്, ഞാൻ നിന്റെ പെങ്ങളാ, ചെയ്യരുത്. ആവശ്യമായിട്ട് എന്താ അശുദ്ധി പ്രവർത്തിക്കരുത്. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ അവൻ ആ പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് അവളെ നശിപ്പിക്കുക. പക്ഷെ ദൈവ പൈതലെ ഒന്ന് ശ്രദ്ധിച്ചേ, അപ്പൻ ചെയ്ത അതേ ദുഷ്ടത, അപ്പൻ ചെയ്ത അതേ പാപപ്രവൃത്തി മക്കൾ ചെയ്യുന്നു. എന്നിട്ട് പിന്നെന്ത് പറ്റി? അവളെ ആട്ടിയിറക്കി വിട്ടു. അമ്നോൻ പറഞ്ഞു, കൂട്ടാളിയോട് പറഞ്ഞു, ഇറക്കി വിടണം അവളെ. അവന്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഇറക്കി വിടാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. അവിടെ സ്വന്തം ആങ്ങളയുടെ അടുത്ത് വീട്ടിലോട്ട് കയറിയപ്പോ സ്വന്തം ആങ്ങളയുണ്ട്, അബ്സലോം. ആങ്ങളെ നോക്കിയപ്പോ ഇവിടെ മുഖം വല്ലാതെ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞു വീർത്തിരിക്കുക. എന്ത് പറ്റിയടി? നിന്നെ അവൻ വല്ലതും ചെയ്തോ? അവളൊന്നും മിണ്ടിയില്ല. അബ്സലോമിന്റെ കാര്യം പിടികിട്ടി.
അബ്സലോം എന്ത് ചെയ്യുന്നറിയാമോ? കാത്തിരുന്നു അബ്സലോം. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ രോമം കത്തിരിക്കുന്ന പെരുന്നാൾ വന്നു. അവന്റെ വീട്ടിൽ ആ പെരുന്നാൾ കൊണ്ടാടുക. അവൻ അപ്പനായ ദാവീദിനോട് പറഞ്ഞു, അമ്നോനെ വിളിപ്പില്ല, എന്റെ സഹോദരനെ വിളിക്ക. ദാവീദ് ആളിനെ വിട്ട് അമ്നോനെ വിളിപ്പിച്ചു. അമ്നോന് മദ്യം കൊടുത്ത് എന്താ പറഞ്ഞത്? പൂസാക്കി കളഞ്ഞു. മദ്യം കൊടുത്ത് അമ്നോനെ ബോധരഹിതനാക്കി. എന്നിട്ട് അബ്സലോമും കൂട്ടാളികളും ചേർന്ന് അമ്നോനെ വെട്ടിക്കൊന്നു. അപ്പൻ ചെയ്ത കൊലപാതകം. ശ്രദ്ധിച്ച് കേൾക്ക് ദൈവ പൈതലേ, അപ്പൻ ചെയ്ത കൊലപാതകം അതേ ഭീഷണതയിൽ മക്കൾ ചെയ്യുന്നു. എത്ര കൃത്യമാ വിധനം, എത്ര കൃത്യമാ! 35:8. നിന്റെ ദുഷ്ടത, നിന്റെ പാപം, നിന്റെ മ്ലേച്ഛത, നിന്റെ അശുദ്ധി, നിന്റെ തോന്നിവാസം നിന്റെ തലമുറകളിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അതുകൊണ്ട് മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിക്കണം. മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിശുദ്ധിയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ അനുഭവിക്കണം. നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറണം. നമ്മൾ ക്രിസ്തുവിന്റെ പടയാളികളായി മാറണം. ക്രിസ്തുവിന്റെ വേലക്കാരായി മാറണം. അവന്റെ എന്താ പറഞ്ഞ മുന്തിരിത്തോപ്പിൽ അവന്റെ വേലക്കാരായി അവന്റെ ശുശ്രൂഷ ചെയ്യാനുള്ള വിളി നമുക്കുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ വിളിയെ നീ ആദ്യം തിരച്ചണം. എന്തിനു വേണ്ടിയാ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ ദൈവമായി നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത്? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്ത. ലോക സ്ഥാപനത്തിന് മുൻപേ, അനാദികാലം മുതലേ ഇട്ടി വർഗീസ അല്ലെങ്കിൽ ദൈവ പൈതലേ, നിന്നെ ദൈവം എന്തിനു വേണ്ടി? അവൻ തന്റെ സന്നിധിയിൽ വിശുദ്ധവും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാ. വീണ്ടും നമ്മൾ കണ്ടു, അവന്റെ രക്തത്താൽ നമ്മളെ, അവന്റെ രക്തത്താൽ എന്നെ നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചതാണ്. അവന്റെ രക്തത്താൽ എന്നെ നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കണം ദൈവ പൈതലേ. ഇല്ല എങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു, കണക്ക് ചോദിക്കും ദൈവം, കണക്ക് ചോദിക്കും. മാതാപിതാക്കളെ, വിശുദ്ധിയോടുകൂടി ജീവിച്ചില്ല എങ്കിൽ നിത്യത അവകാശമാക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയില്ല. അശുദ്ധര ആരും അതിൽ കടക്കയില്ലെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആരും അതിൽ കടക്കില്ല. അങ്ങനെയെങ്കിൽ ഒരു നിത്യത അവകാശമാക്കണ്ടേ നമുക്ക്? നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കണ്ടേ? നമ്മുടെ സഭാ സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? നമ്മുടെ സഭാ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണ്ടായോ? നമ്മുടെ സഭാ സമൂഹങ്ങൾ വിശുദ്ധി പ്രാപിക്കണ്ടായോ? അതിന് ഞാനും നിങ്ങളും എന്ത് പ്രാപിക്കണം? വിശുദ്ധി പ്രാപിക്കണം. ഇല്ല എങ്കിൽ എനിക്ക് നിങ്ങൾക്കും നിത്യത അവകാശമാക്കുവാൻ കഴിയില്ല. നിത്യരാജ്യം, ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും നന്മയായാലും തിന്മയായാലും ഈ ശരീരത്തിൽ ഞാനും നിങ്ങളും ചെയ്ത പ്രവൃത്തിക്ക് എന്ത് പറയേണ്ടി വരും? കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കണക്ക് ചോദിക്കുന്ന ദിവസം ദൈവ പൈതലെ, വിശുദ്ധിയോടുകൂടി നിന്ന് നീ കയറി പോകണം. ഇല്ല എങ്കിൽ സോദോമിലെയും ഗോമോറായെയും ജനത്തിന് എന്താണോ ശിക്ഷാവിധി ദൈവം കൊടുത്തത്? യൂദായുടെ ലേഖനം 7-ാമത്തെ വാക്യം. യൂദാസ്ലീഹയുടെ ലേഖനം 7-ാമത്തെ വാക്യം. അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമാനമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം, കണ്ടോ, സ്വർഗഭോഗം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നം അതായത് ഇപ്പം പുരുഷനുമായിട്ട് വേഴ്ച, സ്ത്രീക്ക് സ്ത്രീയുമായി വേഴ്ച. എന്തോ കുഴപ്പം ഇവിടെ? നിങ്ങൾ വായിച്ചില്ലേ? അമേരിക്കയാണല്ലോ വലിയ സമ്പന്ന രാജ്യം, ഒരു ക്രിസ്തീയ രാജ്യം. അമേരിക്കയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും സ്വർഗ വിവാഹം നിയമമാക്കി കഴിഞ്ഞു. എല്ലായിടത്തും. ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു സബ്മിഷൻ ഇതാണ്: ഇന്ത്യയിലും സ്വർഗ വിവാഹം വേണം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സ്വർഗ വിവാഹം, പുരുഷനുമായി സ്നേഹിക്കാം, പ്രേമിക്കാം, കല്യാണം കഴിക്കാം, സ്ത്രീക്ക് സ്ത്രീയെ കല്യാണം കഴിക്കാം.
ദൈവഹിതത്തിനെതിരായി. അതാ ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത അതാ. ദൈവത്തെ അറിയണമെന്നില്ല, ദൈവത്തിന്റെ വചനം അറിയുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കണമെന്നില്ല. അതിന്റെ നടുവിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ ഞാനും നിങ്ങളും വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. അവിടെ ഞാനും നിങ്ങളും വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ആ എലിസബത്തിനെയും സക്കറിയാന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെയൊക്കെ തലമുറകളെ തമ്പുരാൻ അനുഗ്രഹിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പറയാം ഹല്ലേലൂയ.